ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ആ ജോലിക്കാരിയോട് വിളമ്പാൻ വരട്ടെ, അവിടെ നിന്ന് എണീക്കാനായിട്ട് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വൈജി ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അല്ല എന്താ ബാലേന്ദ്രൻ എന്താ ഈ പറയുന്നത്? അല്ല വൈജയന്തി, ഇവിടെ അലീന ഉണ്ടായ സമയത്ത് ഇതേപോലെ അലീനയെ ടേബിളിലിരുന്ന് കഴിക്കാനായിട്ട് നീ സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താണ് പുതിയൊരു ജോലിക്കാർക്ക് മാത്രം ഇത്ര പ്രത്യേകത? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല ഇവിടെ. പക്ഷേ അലീനയെ ആദ്യമൊക്കെ ഇരുത്തിയില്ലെങ്കിലും പിന്നീട് അലീനയെ ടേബിളിൽ തന്നെയുള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. ആ സമയത്തൊക്കെ ഞാൻ വേണ്ട വേണ്ട എന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾ തന്നെയാണ് അതൊരു ശീലമാക്കിയത്. അതുകൊണ്ട് ലീലയും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോട്ടെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതെ, ഞങ്ങളെല്ലാവരും വേറെ ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിച്ചോളാം. നിന്റെ ജോലിക്കാരിയെ നീ തന്നെ അവിടെ വെച്ച് ഭക്ഷണം വാരി വാരി കൊടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടി ചാടി അങ്ങോട്ട് എണീക്കുക. എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ ലീല വൈജയന്തിയെ നോക്കുകയാണ്. അപ്പോൾ വൈജയന്തിയാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് നിസ്സാരമായിട്ട് തള്ളുകയും ചെയ്യാണ്. അപ്പോൾ കൃഷ്ണമോൾക്ക് ദേഷ്യം വരികയാണ്. ചേച്ചിയോട് പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? ചേച്ചിക്ക് എന്താ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും തീരെ മനസ്സിലാവുന്നില്ലേ? എന്നിട്ട് കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടിയാണോ ചേച്ചി അവിടെ തന്നെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ എൻ്റെ പൊന്നുമോളെ, ഞാൻ കുടുംബകലഹമൊന്നും ഉണ്ടാക്കാനായിട്ട് വന്നതല്ല എൻ്റെ പൊന്നുമോളെ. ഈ മേഡം എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, ഞാൻ ഇരുന്നു, അത്രേ മാത്രമേ ഉള്ളൂ. എനിക്ക് അടുക്കളയിൽ ഇരുന്ന് കഴിച്ച ശീലം, ഞാൻ അടുക്കളയിൽ പോയിരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേലക്കാരി അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്യാണ്. അങ്ങനെ ബാക്കി എല്ലാവരും അവിടെ ഇരിക്കുകയും ചെയ്യണം. ഇവർ പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഒന്നും അറിയാത്ത രീതിയിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ വൈജയന്തി അവിടെ തുന്നമ്പാടിൻ്റെ അവസ്ഥയിൽ ഒന്നും അറിയാത്ത രീതിയിൽ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്റ്റാലിൻ്റെ വീടാണ്. അപ്പോൾ അവിടെ ഇതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയമായി എല്ലാം ടേബിളുമേ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. എല്ലാ വിഭവങ്ങളും ഉണ്ട്, ചിക്കനും ഇറച്ചി മീനും അങ്ങനെ പല വിഭവങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മുടെ കുട്ടിച്ചായം വരികയാണ്. കുട്ടിച്ചായം കൈ കഴുകി വന്നിരുന്ന് അലീന വിളമ്പി കൊടുക്കുക. പക്ഷേ ഈ വേലക്കാരൻ തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അലീന ഇതെല്ലാം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട സംഭവങ്ങളെല്ലാം കൊടുത്തിട്ട് നമ്മുടെ അലീന അവിടെ ഇരിക്കുക. അപ്പോൾ സ്റ്റാലിൻ വരികയാണ്. അപ്പോൾ സ്റ്റാലിൻ വരുന്നു കഴിഞ്ഞപ്പോഴേക്കും അലീന കുട്ടിച്ചായനോട് പറയണം, അതെ വല്യപ്പച്ച വരുന്നുണ്ടെന്ന് വല്യപ്പച്ചനോടും പറയാം. അങ്ങനെ സ്റ്റാലിൻ വന്ന് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ സ്റ്റാലിൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അലീന ഭക്ഷണം കഴിക്കാതെ ഈ വല്യപ്പച്ചന് വിളമ്പി കൊടുക്കുന്ന സീനാണ് കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീന ഭക്ഷണം കഴിക്കുന്നില്ലേ അലീന എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കഴിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് അലീന പ്ലേറ്റ് നേരെ വെച്ചിട്ട് അവിടെ ഒരു സ്പൂണും കോക്കൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എടുത്ത് കുത്തി കഴിക്കാനൊക്കെ. അപ്പോൾ നമ്മുടെ അലീന ചോറ് വിളമ്പുകയാണ്. അതേപോലെ തന്നെ സ്റ്റാലിൻ സ്വന്തമായിട്ട് വിളമ്പുക. അപ്പോൾ അലീനയ്ക്ക് ആവശ്യമുള്ള കറികളെല്ലാം എടുത്തിട്ട് അലീനയ്ക്കൊരു പേടി, ദൈവമേ എല്ലാവരും സ്പൂണ് വെച്ചൊക്കെ കോരി തിന്നുന്നു, ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൈവച്ച് ഇങ്ങനെ തൊടാൻ പോകുമ്പോൾ അലീനയ്ക്കൊരു പേടി, അയ്യോ ഇനിയിപ്പോൾ വഴക്കു പറയുമോ എന്നൊക്കെ ഒരു പേടി. എന്തായാലും കുഴപ്പമില്ല, തനിക്ക് ഇങ്ങനെ തിന്നാനേ അറിയുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് അലീന നേരെ കൈ വെച്ച് ഇങ്ങനെ വാരി തിന്നാനായിട്ട് ഒരുങ്ങുക. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാലിൻ ദേഷ്യപ്പെടുകയാണ്. ഞാൻ അലീനയോട് ഒരു പ്രാവശ്യം പറഞ്ഞു ഇവിടെ ടേബിൾ മാനേഴ്സ് മുഖ്യമാണെന്ന്, എന്നിട്ട് അലീനയ്ക്ക് അത് പാലിക്കാനായിട്ട് കഴിയില്ല അലീന. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വലിയപ്പച്ചനാണെങ്കിൽ, എൻ്റെ സ്റ്റാൻലി നീ എന്തിനാണ് അവളെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? അവൾക്ക് എങ്ങനെയാണോ കഴിക്കാനുള്ള ഇഷ്ടം ആ രീതിയിൽ കഴിക്കട്ടെ, അവൾക്ക് അതാണ് ശീലം, അതുകൊണ്ട് അവളത് കഴിക്കട്ടെ. അപ്പച്ചന് ഈ കാര്യത്തിൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഞാനൊരു ടേബിൾ മാനേഴ്സ് കരുതി വെച്ചിട്ടുണ്ട്. ആ ഒരു ടേബിൾ മാനേഴ്സിൽ വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. അത് അപ്പച്ചനായാലും ശരി ആരായാലും ശരി, എനിക്കത് വലിയ പ്രശ്നമൊന്നുമില്ല. എടാ നീ എന്നെ മര്യാദ പഠിക്കാൻ വേണ്ടി മാത്രം വളർന്നോടാ. നിർത്തപ്പച്ച, നമുക്കേ പിന്നെ സംസാരിച്ചാൽ മതി, അത് ആരായാലും എനിക്കൊരു പ്രശ്നവുമില്ല. അപ്പം നമ്മുടെ അലീന ഇങ്ങനെ ഒന്ന് തുറിച്ചിങ്ങനെ നോക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അലീന ഇവരുടെയൊക്കെ മനസ്സൊന്ന് മാറ്റണമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അലീന ഇങ്ങനെ പറയാണ്, അതെ വല്യപ്പച്ച, ഞാനൊരു കാര്യം പറയട്ടെ വല്യപ്പച്ച. പറ മോളെ. വല്യപ്പച്ചൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെന്നേ. അത് ഞാൻ അനാഥാലയത്തിൽ നിന്നാണല്ലോ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നേച്ചത്. ആ സമയത്ത് എനിക്ക് ചോറിൽ ഇച്ചിരി അച്ചാറും ഇച്ചിരി മെഴുക്ക് വരട്ടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇതേപോലെ കുറേ കറികളൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ ഇതും കൊണ്ട് സ്കൂളിൽ പോയി. അപ്പോൾ ഒത്തിരി പിള്ളേരുണ്ടാവും. അവരുടെ കറിയെല്ലാം ഷെയർ ചെയ്ത് എൻ്റെ കറി ഉള്ളതുള്ള ഞാനും ഷെയർ ചെയ്ത് അങ്ങനെ എല്ലാവരും ഷെയർ ചെയ്ത് ഇങ്ങനെ കഴിക്കും. അങ്ങനെ ചാറൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് കൈ കൊണ്ട് വാരി അങ്ങോട്ട് തിന്നുമ്പോൾ അതിൻ്റെ ഒരു രുചിയല്ലേ, അത് വേറൊന്നു തന്നെയാണ് വല്യപ്പച്ച.
പിന്നെ ചോറെല്ലാം ഇങ്ങനെ കൈകൊണ്ട് വാരി തിന്നു കഴിഞ്ഞ് ആ കൈയും കൂടി ഒന്ന് ക്ലീൻ ആക്കി കഴിയുന്ന നേരത്താണ് ശരിക്കും തൃപ്തി വരുന്നത്. ഇതെല്ലാം കേട്ട സ്റ്റാൻലിക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ ആ വല്യപ്പച്ചനാണെങ്കിൽ മോള് പറഞ്ഞതേ പക്ക കറക്റ്റ് തന്നെയാണ്. സ്റ്റാൻലി, നീ ഓർക്കുന്നുണ്ടോടാ? നിന്റെ അമ്മയും ഇതേപോലെ തന്നെ ചോറിങ്ങനെ ചാറൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഉരുട്ടി 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 നിനക്ക് വായിലൊക്കെ വെച്ച് തരുമായിരുന്നു. പിന്നെ മീൻ വറുത്ത ചട്ടിയില്ലേ, ആ ചട്ടിയിലെ മീനൊക്കെ തീർന്നു കഴിയുമ്പോൾ അതിലെ എണ്ണയിലേക്ക് കുറച്ച് ചോറൊക്കെ ഇട്ട് ഇങ്ങനെ കുഴച്ച് 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 നിനക്ക് വാർത്തുന്ന കാര്യങ്ങളെല്ലാം നീ മറന്നു പോയോ സ്റ്റാൻലി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാൻലി ആണെങ്കിൽ അതെ, പഴയ കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല, പഴയ കാര്യങ്ങളൊക്കെ പഴയതായിട്ട് നിന്നോളാം. ഇവിടെ ഇപ്പം ഞാൻ നിശ്ചയിക്കുന്ന രീതിയിൽ തന്നെ മാത്രം നടക്കുള്ളൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ അലീന അതൊന്നും ചിന്തിക്കാതെ ചോറ് വാരി തന്നെയാണ്. അലീന, പറഞ്ഞ് ഞാൻ മടുത്തു. ഇനിയും എന്നെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് നീ ഒരുങ്ങരുത്. ഇവിടെ ടേബിൾ മാനേഴ്സ് മുഖ്യമാണ്, അത് നീ ഓർത്തോളണം അലീന. മേലാൽ ഇങ്ങനെ ആവർത്തിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നിന്റെ പഴയ കഥകളൊക്കെ അവിടെ ഇരുന്നോട്ടെ, അതൊക്കെ പാസ്റ്റ്. ഇപ്പം നടക്കുന്ന സംഭവങ്ങളാ. അതുകൊണ്ട് തന്നെ ഇപ്പം നടക്കുന്ന രീതിയിൽ തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. നിന്റെ പഴയ കഥകളെല്ലാം ഇവിടെ പറയേണ്ട ആവശ്യമില്ല അലീന. അപ്പോൾ അലീന പിന്നീട് നമ്മുടെ വല്യപ്പച്ചനാണെങ്കിൽ എന്താണ് ലാലിച്ച, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിച്ചപ്പോഴേക്കും നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പച്ചനോട് എനിക്കിപ്പോൾ പറയാനായിട്ട് ഒരു താല്പര്യമില്ല. അങ്ങനെ അലീന അതൊന്നും വകവയ്ക്കാതെ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അലീന കൈ കൊണ്ട് തന്നെ വാരി കഴിക്കുകയാണ്. അത് നമ്മുടെ സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്റ്റാൻലി അവിടെ നിന്ന് ഭക്ഷണം മതിയാക്കി എണീറ്റ് പോവുക. അപ്പോൾ അലീനയ്ക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സങ്കടം തോന്നുക, വല്ലാത്തൊരവസ്ഥയിൽ ഭയങ്കര സങ്കടം ഇങ്ങനെ തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ അലീന എല്ലാം കഴിഞ്ഞ് കിടക്കാനായിട്ട് ബെഡ്റൂമിലേക്ക് ബെഡ്റൂമിലേക്ക് ചെന്ന് ബെഡൊക്കെ ഇങ്ങനെ ഒന്ന് കുടഞ്ഞൊക്കെ വിരിക്കുക. ആ സമയത്താണ് ഡോറിൽ ആരും മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ആരാണെന്ന് അറിയാൻ വേണ്ടി വാല് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതേ പപ്പ. എന്താ പപ്പ? അല്ല, അലീന കിടക്കാൻ തുടങ്ങിയതാണോ? അതെ, ഇതൊക്കെ ഒന്ന് കൊട്ടിക്കുടഞ്ഞ് വിരിക്കുകയായിരുന്നു, ഞാൻ കിടക്കാൻ തുടങ്ങിയായിരുന്നു. എങ്കിൽ പിന്നെ കിടന്നോ, ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അവിടെ നിന്ന് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പപ്പ, അല്ല വന്ന കാര്യം എന്താന്ന് പറ. എന്തോ പറയാൻ വേണ്ടിയാണല്ലോ വന്നത്. അല്ല, ഞാൻ അകത്തോട്ട് കയറിക്കോട്ടെ? അതിനെന്താ, അകത്തേക്ക് കയറ്. അങ്ങനെ സ്റ്റാൻലി നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ചുറ്റുപാടൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാൻലി പറയുകയാണ്, എനിക്ക് ഈ വീട്ടിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിനനുസരിച്ച് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ വേണം എല്ലാവരും മുന്നോട്ട് പോകാനും. അപ്പോൾ അതിൽ ഒരു മാറ്റം വരുത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അത് നേരത്തെ മുതൽ ശീലിച്ച് വരുന്ന ഒരു കാര്യം തന്നെയാണ് ഡിസിപ്ലിൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനയാണെങ്കിൽ പപ്പ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ ഡിസിപ്ലിൻ ഞാൻ ഈ വീട്ടിൽ കണ്ടിട്ടില്ലല്ലോ പപ്പ. അതെന്താ കാണാത്തത്? എന്താ ഇവിടെ എല്ലാം കറക്റ്റായിട്ട് തന്നെയല്ലേ നടക്കുന്നത്? ഇല്ല, ഇവിടെ കറക്റ്റായിട്ട് തന്നെയല്ല നടക്കുന്നത്. പപ്പ എപ്പോഴെങ്കിലും അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ടോ? അടുക്കളയിൽ വന്ന് നോക്കിയിട്ടുണ്ടോ എന്തൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ? അവിടെ ഒരു ഡിസിപ്ലിൻ ഇല്ല. പിന്നെ പപ്പയ്ക്ക് ഡിസിപ്ലിൻ ഉണ്ടോ? പപ്പ എപ്പോഴും പറയുന്നുണ്ടല്ലോ ഡിസിപ്ലിൻ എന്ന്. പക്ഷെ പപ്പയ്ക്ക് ഡിസിപ്ലിൻ ഉണ്ടോ? എന്താ, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റായിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്? എന്ത് കറക്റ്റായിട്ട്? ഈ മദ്യപിക്കുക, സിഗരറ്റ് വലിക്കുക, ഇതൊക്കെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണോ പപ്പ ചോദിക്കുമ്പോഴേക്കും അതുകൊണ്ട് എന്താ പ്രശ്നം? ഞാനിങ്ങനെ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിലും മദ്യപിക്കുന്നുണ്ടെങ്കിലും ആർക്കൊരു കുഴപ്പം ഉണ്ടാക്കുന്നില്ലല്ലോ, ഞാൻ എൻ്റെ പാട്ടിന് വെറുതെ അല്ലേ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് പപ്പ പറയുന്നത്. ആദ്യം നമ്മളിൽ തന്നെ നമ്മളൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കണം, എന്നിട്ട് വേണ്ടേ മറ്റുള്ളവരത് ചെയ്യാൻ പറയാനുള്ള അധികാരം നമുക്കുള്ളൂ. പക്ഷേ അത് പപ്പ പാലിക്കുന്നില്ല. പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് പപ്പ, ചിലവർക്ക് ചില ശീലങ്ങളുണ്ട്, അത് പെട്ടെന്ന് മാറ്റാനായിട്ട് സാധിക്കില്ല. അതാണ് ഇവിടെയും സംഭവിച്ചത് എന്നൊക്കെ പറയാ. പിന്നെ പപ്പ, ഞാൻ എൻ്റെ ശീലങ്ങൾ വേറെയാണ്. പപ്പ പറയുന്ന പോലെ ശീലങ്ങളെല്ലാം ഞാൻ ചെയ്തു വരാം, ഞാൻ പപ്പയെ കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷേ എനിക്ക് എൻ്റെതായ ശീലങ്ങൾ മാറ്റാനായിട്ട് കുറച്ച് സമയം വേണം. പെട്ടെന്നത് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പപ്പ അത് സാധിക്കുന്നത്? അത് സാധിക്കില്ല പപ്പ. ഞാൻ പതിയെ പതിയെ മാറ്റി വന്നോളാം. പിന്നെ പപ്പയ്ക്ക് പെട്ടെന്ന് തന്നെ മദ്യപാനം ഒഴിവാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് എനിക്കും. പിന്നെ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നതേ ഗംഗാധര മേനോൻ അങ്കിളെ അറിയാവോ? ഈ ഇതിലുള്ളത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അറിയാം. അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. എന്തൊരു വസ്ത്രധാരണമാണ്, നല്ല ടിപ്പ് ടോപ്പായിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ നടക്കുന്നത്. അതാണ് ഡിസിപ്ലിൻ. നമ്മുടെ ഒരു ഭാവത്തിലും രീതിയിലും ഒക്കെ ഡിസിപ്ലിൻ വേണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാൻലി ഒന്നും അല്ലാത്ത രീതിയിലായി പോവാ. അങ്ങനെ ശരി, ഓക്കെ, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് പപ്പ,
ഞാൻ പറഞ്ഞത് പപ്പയ്ക്ക് സങ്കടമായെങ്കിൽ പപ്പ എന്നോട് ക്ഷമിക്കണം. മനസ്സിലുള്ള കാര്യങ്ങൾ പറയണമല്ലോ. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും തെറ്റായത് നമ്മൾ ചൂണ്ടിക്കാണിക്കണമല്ലോ പപ്പ. ശരി എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാലിങ്ങനെ പോകുമ്പോൾ വീണ്ടും സ്റ്റാലിനി അലീനയെ ഒന്ന് തിരിഞ്ഞു നോക്കുക. എന്നിട്ട് എന്താ പപ്പ എന്താ ഇങ്ങനെ എന്നെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഒന്ന് കിടന്നോ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാലിനി പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുക. പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ വൈജയന്തിയുടെ വീടാണ് കാണിക്കുന്നത്. അത് രാവിലെ എണീറ്റ് നമ്മുടെ കൃഷ്ണമോള് മുറ്റമടിക്കുക. ആ സമയത്താണ് വൈജയന്തി ഇറങ്ങി വരുന്നത്. അപ്പോൾ കൃഷ്ണമോള് മുറ്റമടിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വൈജയന്തിക്ക് അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ കൃഷ്ണമോള് വൈജയന്തിയെ തന്നെ നോക്കുക. അപ്പോൾ വൈജയ്ക്ക് എന്തോ കാര്യങ്ങൾ മനസ്സിലായി. വൈജ നേരെ ഈ ജോലിക്കാരുടെ റൂമിൽ ചെന്ന് കഥക് മുട്ടും. ജോലിക്കാരിയാണെങ്കിൽ നല്ല ഉറക്കം, നല്ല കൂർക്കം വലിച്ചുറങ്ങുക. അപ്പോൾ കഥയിൽ മുട്ടുന്ന ശബ്ദം കേട്ടിട്ട് നമ്മുടെ ജോലിക്കാരി എണീറ്റ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇതാരാണ് ഇത്ര രാവിലെ? അപ്പോൾ കഥ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും വൈജ ചോദിക്കുകയാണ്, നീ എന്ത് ഇതുവരെ എണീറ്റില്ലേ? അയ്യോ മേഡം അതിന് സമയം എത്രയായി ഇപ്പോൾ? 6:30. ഓ മേഡം ഞാൻ 6:45 എണീക്കോളൂ എന്നൊക്കെ പറയുക. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അതൊന്നും പറ്റില്ല, ഇവിടെ 5:30 എണീക്കണം. അയ്യോ എൻ്റെ പൊന്നു കൊച്ചമ്മ, എനിക്ക് 5:30 എണീക്കാനായിട്ട് പറ്റുന്നില്ല. വേണമെങ്കിൽ ഞാൻ 6:15 എണീക്കാം, അല്ലാതെ അത്ര നേരത്തെ ഒന്നും എണീക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ ജോലിക്കാർ പറയാണ്. ശരി എങ്കിലേ നീ പെട്ടെന്ന് തന്നെ ജോലി ചെയ്യാനായിട്ട് നോക്ക്. അല്ല നീ ഈ കട്ടിലാണോ കിടന്നത്? അതേ കൊച്ചമ്മേ, ഞാൻ ഈ കട്ടിലാണ് കിടന്നത്. എന്താ കൊച്ചമ്മേ? നിനക്ക് ഞാൻ ഇന്നലെ പായയും തലയണയൊക്കെ എടുത്ത് തന്നല്ലേ, അത് നിലത്ത് വിരിച്ചല്ലേ നീ കിടക്കേണ്ടത്. എൻ്റെ പൊന്നു കൊച്ചമ്മേ, എനിക്ക് നടുവേദനയാ, എനിക്ക് നിലത്തൊന്നും കിടക്കാനായിട്ട് പറ്റില്ല. ശരി നീ വാ, ജോലിക്ക് വേണ്ടി വാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ വേലക്കാരിക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങ് നിൽക്കാം. അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് ചായ കുടിക്കുകയാണ്. അപ്പോൾ വൈജ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ചായ കിട്ടിയോ? ഇല്ല ചായ കിട്ടിയില്ല, ഞാൻ എടുത്തുതരാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് ചായ നമ്മുടെ വൈജയ്ക്കും കൊടുക്കുകയാണ്. ഇത് ആരുണ്ടാക്കിയതാണ്? ആരുണ്ടാക്കിയാലും എന്താണ്, ഞാനുണ്ടാക്കും, ബബിത ചേച്ചി ഉണ്ടാക്കും, ചായ എല്ലാം ഒരേപോലെ തന്നെയല്ലേ. ഇത് പഠിപ്പിച്ചെന്നതേ അലീന ചേച്ചിയാണ് എന്നും പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓ, അലീന എന്നുള്ള പേര് ഉച്ചരിക്കാതിരിക്കാവോ? എന്തിനെപ്പോഴും അലീന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓ ശരി, ഞാൻ ഇനി പറയുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അല്ല ബബിത എവിടെ? വാ കാണിച്ചു തരാം. അങ്ങനെ ബബിതയെ അടുക്കളയെ കൊണ്ടേ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ബബിത അവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ രോഹിത് ആണെങ്കിൽ ഇറച്ചിയും മുറിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്തൊക്കെ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. കണ്ടൂടെ ഞങ്ങൾ എന്താ കാണിക്കുന്നതെന്ന്? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാന്നേ, കഴിക്കണ്ടേ? അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനിവിടെ നേരത്തെ ഭയങ്കരമായിട്ടും കഷ്ടപ്പെടുത്തുന്ന സമയത്ത് നിങ്ങളാരും എന്നെ സഹായിക്കാനായിട്ട് വന്നിട്ടില്ലല്ലോ. ഒറ്റ എണ്ണ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. ഇപ്പം നിങ്ങൾക്ക് എല്ലാം ആയല്ലേ? സ്വയം ചെയ്യാനൊക്കെ ആയി. അതിന് ഇവിടെ ജോലിക്കാരുണ്ടായിരുന്നല്ലോ. ജോലിക്കാരില്ലാത്ത സമയത്തും ഞാനിവിടെ ഒറ്റക്കിരുന്ന് ജോലി ചെയ്തിട്ടുണ്ടല്ലോ. ആ സമയത്തും നിങ്ങൾ എന്നെ സഹായിക്കാനായിട്ട് വന്നിട്ടില്ലല്ലോ. ഓ അന്ന് പിന്നെ ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. ഇപ്പം ഞങ്ങൾക്ക് എല്ലാം അറിയാം. എല്ലാം അലീന ചേച്ചി പഠിപ്പിച്ചെന്നതാണ്. ഓ വീണ്ടും കൃഷ്ണമോളെ നീ അലീന ചേച്ചി തന്നെ പറയാണ്. എങ്കിൽ പിന്നെ സോറി, ഞാൻ അലീന ചേച്ചി എന്ന് പറയുന്നില്ല. അതെ, അച്ഛനും അനുവേട്ടനും കൂടി ഒരു ഓർഫനേജിൽ നിന്ന് അനാഥ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വന്നില്ലായിരുന്നോ? ആ കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ് ഈ പാചകങ്ങളും കാര്യങ്ങളൊക്കെ. വേണ്ട, അത് അവളുടെ വീട്ടിൽ ചെയ്താൽ മതി, ഇവിടെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായല്ലോ? അതിന് ഇത് അലീന ചേച്ചിയുടെ വീടല്ലേ? ഇതേ എൻ്റെ വീടാണ്. അതെങ്ങനെ അലീന ചേച്ചിയുടെ വീടാവും? അച്ഛൻ ദത്തെടുത്തല്ലേ അലീന ചേച്ചിയെ, അപ്പം പിന്നെ അലീന ചേച്ചിയുടെ വീടാവില്ലേ? ഓ ഏത് സമയം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളിവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ ജോലിക്കാരിയുണ്ട്. അപ്പോഴേക്കും ബബിതയാണെങ്കിൽ മനസമാധാനത്തോടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ ഉണ്ടാക്കി കഴിക്കാനായിട്ട് സമ്മതിക്കൂല അല്ലേ? ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എപ്പോഴും വഴക്കുണ്ടാക്കണമെന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ അമ്മയുടെ മനസ്സിലുള്ളല്ലേ? ഈ ജോലിക്കാരി വെച്ച് വിളമ്പി തരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ തന്നെ കഴിക്കണം. അവരെന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഞങ്ങൾക്ക് ഉരുട്ടി തരുന്നു, അത് ഞങ്ങൾ ഒന്നും മിണ്ടാതെ എടുത്ത് വിഴുങ്ങിക്കോളാം. ഇതാണ് അമ്മ പറഞ്ഞു വരുന്നത്. ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പോവാണ്. അങ്ങനെ നമ്മുടെ ജോലിക്കാരി വരിക. അപ്പോൾ ജോലിക്കാരി വന്നു കഴിഞ്ഞപ്പോഴേക്കും ജോലിക്കാരി പച്ചക്കറി അരിയുക. ആ സമയത്ത് വൈജ വന്ന് അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അതേ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും പറയണം. പിന്നെ അനാവശ്യമായിട്ടുള്ള ഫുഡുകളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പലയിടത്തും പല ഇതുകളും നിൽക്കും. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയാൽ മതി. മനസ്സിലായല്ലോ മാഡം? അല്ല ചേച്ചി, ഞാനേ ഫ്രിഡ്ജിനകത്ത് ഇറച്ചിമീനൊക്കെ നോക്കിയായിരുന്നു, പക്ഷേ ഒന്നുമില്ലായിരുന്നു, എല്ലാം തീർന്നിരിക്കുകയാണല്ലോ ചേച്ചി. എന്നിട്ടപ്പോഴേക്കും എന്താ വേണ്ടെന്ന് വെച്ച് ഒരു ലിസ്റ്റ് തന്നാൽ മതി. അനാവശ്യമായ ലിസ്റ്റ് വേണ്ട, ചെറിയൊരു ലിസ്റ്റ് മതി.
എന്തെന്ന് വെച്ചാൽ വേണ്ടെന്ന് മേടിച്ച് വെച്ചോളാം. ശരി ചേച്ചി, അങ്ങനെ ആയിക്കോട്ടെ. ഞാനിപ്പോൾ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ചേച്ചി. ചേച്ചി വിളി വേണ്ട. ഒന്നെങ്കിൽ കൊച്ചമ്മ അല്ലെങ്കിൽ മേഡം, മനസ്സിലായല്ലോ? ഇതിലൊരു വിളി മതി. അല്ലെങ്കിലേ ഇവിടെ സീൻ മാറും കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഈ ബബിതയും അതേപോലെ കൃഷ്ണമോളും കൂടി ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.